പടച്ചവനെ നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് കടന്നു പോകേണ്ടവരാണ്. അല്ലാഹു എന്നോട് പിടിച്ചു നിർത്തിയിട്ട് എണ്ണി ചോദിക്കുമല്ലോ, എന്തേ വാപ്പാ നിനക്ക് കരയാൻ പറ്റാത്തത്? കരിങ്കല്ല് പോലെ നിന്റെ ഹൃദയമായി പോകാനുള്ള കാരണം എന്താ? നിനക്ക് അല്ലാഹനെ കുറിച്ച് ചിന്തയില്ലേ? നിനക്ക് അല്ലാഹനെ കുറിച്ച് ഓർമ്മയില്ലാത്തത് എന്താണ്? മരിക്കേണ്ടവനാണെന്നുള്ള നിനക്ക് ചിന്തയില്ലാതെ പോയത് എന്തുകൊണ്ടാ? നിന്റെ വാപ്പ എവിടെ പോയി? നിന്നെ പോലെ ഇതുപോലെ നടന്നവനായിരുന്നല്ലോ, നിന്നെക്കാളും ആരോഗ്യമുള്ളവനായിരുന്നല്ലോ, എവിടെ പോയി മനുഷ്യ നിന്റെ വാപ്പ? നിനക്ക് ജന്മം നൽകിയ നിന്റെ ഉമ്മ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നിനക്ക് ആ ബോധമില്ലാതെ പോയത്, ആ ചിന്തയില്ലാതെ പോയത്? എന്റെ ഉപ്പാ ചെറുപ്പക്കാരാ, കൂടെ പഠിച്ചവരെത്രയോ പേര് ഈ പള്ളിപ്പറമ്പിൽ കിടക്കുന്നുണ്ടടാ. എന്നിട്ടും നിന്റെ ജീവിതത്തിൽ മാറ്റം വരാത്തതെന്താ? ഇനി എന്ന് നന്നാകാനിരിക്കുകയാണ്, ഇനി എന്ന് നന്നാകാനിരിക്കുകയാണ്. അല്ലാഹുവേ, വർഷങ്ങളായിട്ട് കൊറോണ എന്ന് പറയുന്ന ഒരു വൈറസ് വന്നിട്ട് എത്രയോ പേര് നിന്റെ കണ്ണിന്റെ മുന്നിൽ വീണു മരിച്ചു പോയില്ലേ? എത്രയോ പേര് ഇവിടെ കൊണ്ടുവന്നിട്ട് പടച്ചവനെ ഒന്ന് മയ്യത്ത് നമസ്കരിക്കാൻ ആളുകൂടാതെ, മയ്യത്ത് കുളിപ്പിക്കാൻ കഴിയാതെ, ജനങ്ങളെ കാണിക്കാതെ എത്രയോ പേരെ ഇവിടെ കൊണ്ടുവന്ന് കബറടക്കിയല്ലോ. എന്നിട്ടും നിനക്ക് ഇതുവരെ സമയമായില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, അഹങ്കാരികളെ പോലെ, ധിക്കാരിയെ പോലെ അല്ലാഹുവിനെ മതിമറന്നുകൊണ്ട് പടച്ച റബ്ബിനെ ധിക്കരിച്ചു നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായില്ലേ? എന്നിട്ടും നന്നാകാൻ കഴിയാത്ത ഉപ്പമാരോട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്തേ മോനെ നീ ഇങ്ങനെ ആയി പോയത്? എന്റെ പ്രിയപ്പെട്ട പെങ്ങള് സീരിയൽ കണ്ട് കരയുകയാ. എന്റെ ഉമ്മമാര് സീരിയൽ കണ്ടിട്ട് കരയുകയാ. ഏറ്റവും വലിയ സങ്കടം അതല്ലേ? ഖുർആൻ ഓതിയിട്ടല്ല കരയുന്നത്, നരകം പറയുന്നത് കേട്ടിട്ടല്ല കരയുന്നത്, ഖബറിനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല കരയുന്നത്, മരണത്തെ കുറിച്ച് ഓർത്തിട്ടല്ല കരയുന്നത്. സീരിയലിൽ പണത്തിന് വേണ്ടി അഭിനയിക്കുന്ന ഒരു പെണ്ണിന്റെ കണ്ണ് നിറഞ്ഞാൽ എന്റെ ഉമ്മ ഇരുന്ന് കരയുകയാ. ഇത്രയും മതപ്പതിച്ചു പോയോ ഉമ്മ?